പക്ഷേ VS അച്യുതാനന്ദൻ്റെ പഴയ പ്രൈവറ്റ് പേഴ്സണൽ അസിസ്റ്റൻ്റായിരുന്നു, PA ആയിരുന്നു A. സുരേഷ് എന്ന് പറയുന്ന വ്യക്തി. A. സുരേഷിനെ പാർട്ടി വെട്ടി അങ്ങ് നിർത്തി, മെമ്പർഷിപ്പിൽ നിന്ന് പോലും പുറത്താക്കി. അദ്ദേഹത്തെ മലമ്പുഴയിൽ VSൻ്റെ പ്രസ്റ്റീജ് മണ്ഡലമായ VSനെ എന്നും വിജയിപ്പിച്ചിരുന്നു. VSൻ്റെ ആരാധകർ ധാരാളമുള്ള മണ്ഡലമായ മലമ്പുഴയിൽ മത്സരിപ്പിക്കാനാണ് കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിക്കാൻ. ആ തന്ത്രം വിജയിക്കുമോ? എന്താണ് മാഷിൻ്റെ ഒരു പൊളിറ്റിക്കൽ സ്റ്റഡി അതിനെക്കുറിച്ച്? അത് കോൺഗ്രസിൻ്റെ തെറ്റായിട്ടുള്ള തന്ത്രമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം VS ഒരു കാരണവശാലും കോൺഗ്രസിനെ അംഗീകരിക്കില്ല, ജീവിച്ചിരുന്നാലും മരിച്ചാലും. അതായിരുന്നു VSൻ്റെ കടുകട്ടി രാഷ്ട്രീയമാണ്. നമ്മളൊക്കെ പല കാര്യങ്ങളിലും കോൺഗ്രസിനെ അനുകൂലമായി നിലപാടെടുക്കുന്ന, കാരണം കേന്ദ്ര ഭരണ സംവിധാനത്തിനെതിരെ നടത്തുന്ന സമരങ്ങളിലേക്ക് കോൺഗ്രസിൻ്റെ പ്രാധാന്യം വളരെ വലുതാണെന്ന് കരുതുന്ന ഒരാളാണ്. പക്ഷേ VS അതുപോലും അംഗീകരിക്കാൻ തയ്യാറാവില്ലായിരുന്നു. അത്ര കടുത്ത കോൺഗ്രസ് വിരോധിയായിരുന്നു അദ്ദേഹം. അതിന് കാരണങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ സമര കാലഘട്ടം അല്ലെങ്കിൽ സമര ജീവിതം എന്ന് പറയുന്നതിൽ പരിശോധിച്ചാൽ കോൺഗ്രസ് കോൺഗ്രസ് ഭരണാധികാരികൾ എത്രയോ ശക്തമായിട്ടായിരുന്നു അദ്ദേഹത്തെ മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തു. അപ്പം അതങ്ങനെ എളുപ്പത്തിൽ അവരൊന്നും മറക്കില്ല. അതാണ് അവരുടെ പ്രശ്നം. അങ്ങനെയുള്ള ആ VSൻ്റെ സ്മരണകളെ വോട്ടാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്ത് കോൺഗ്രസിനൊപ്പം നിന്ന് കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് സുരേഷ് മത്സരിച്ചാൽ VS അച്യുതാനന്ദന് കിട്ടേണ്ട ഒറ്റ വോട്ട് പോലും സുരേഷിന് കിട്ടില്ല. അല്ലെങ്കിൽ ആ വികാരത്തെ ഉദ്ദീപിപ്പിക്കുന്ന തരത്തിൽ ഒരു വോട്ട് പോലും നേടിയെടുക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിയില്ല എന്നുള്ളതാണ്. പക്ഷേ കോൺഗ്രസ്സിന് പൊതുവെ പ്രചരണ രംഗത്ത് പറയാം, VSൻ്റെ PA ഞങ്ങൾക്കൊപ്പമാണ്, VSൻ്റെ ആശയം ഞങ്ങൾക്കൊപ്പമാണ്, VS ഞങ്ങൾക്കൊപ്പമാണ് എന്നൊക്കെ പറയാം. പക്ഷേ അവിടുത്തെ അണികളൊന്നും അങ്ങനെ അത് അംഗീകരിച്ചു കൊടുക്കും എന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് അതൊരു തെറ്റായിട്ടുള്ള നീക്കമായിട്ടേ എനിക്ക് തോന്നുള്ളൂ. സുരേഷ് അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. സുരേഷിൻ്റെ പരാതികളെല്ലാം പ്രസക്തമായ പരാതികളാണ്. 2013 മുതൽ അദ്ദേഹത്തെ പാർട്ടിക്ക് പുറത്തു നിർത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് എടുക്കുന്നതിന് തടസ്സമായ കാര്യം എന്ത് എന്ന് അദ്ദേഹത്തിന് ഇതുവരെയും ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പാർട്ടി ശ്രമിച്ചിട്ടില്ല. പല അപ്പീലുകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. പക്ഷേ എത്ര അപ്പീൽ നൽകിയാലും എത്ര അഭ്യർത്ഥന നൽകിയാലും ഇയാളെ എപ്പോഴും വെയിലത്തോ മഴയത്തോ നിർത്താനാണ് പാർട്ടി തീരുമാനിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പാർട്ടി തീരുമാനിക്കുന്നത്? അല്ല, അതൊക്കെയാണ് പാർട്ടിയുടെ പോരായ്മകൾ, പാർട്ടിയുടെ വലിയ ലിമിറ്റേഷൻസ് ആണ് ശരിക്കും പറഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ചാൽ പാർട്ടി ദുർബലപ്പെട്ടതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ് അച്യുതാനന്ദനും പിണറായി വിജയനും തമ്മിൽ യുദ്ധം നടന്നൊരു കാലമുണ്ട്. അതിക്ക് മുമ്പത്തെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ CITയും അതേപോലെ തന്നെ അച്യുതാനന്ദൻ നമ്മളെ യുദ്ധത്തിൻ്റെ കാലമാണ്. ഈ കാലത്തൊക്കെ എത്രയോ നല്ല സഹാക്കളാണ് പാർട്ടിയിൽ നിന്ന് വെട്ടിപ്പുറത്താക്കിയത്. അച്യുതാനന്ദൻ തന്നെ എത്രയോ നല്ല സഹാക്കളെ ഇല്ലാതാക്കിയിരിക്കുന്നു. അപ്പോൾ വിഭാഗീയ പ്രവർത്തനം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ദുർബലപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ്. ഇതിപ്പോൾ മാത്രമല്ല, പണ്ട് സ്റ്റാലിൻ്റെ കാലം മുതൽ നടക്കുന്ന പ്രക്രിയയാണ്. ഇത് അതിനു മുമ്പുള്ള ഫ്രഞ്ച് വിപ്ലവത്തിലും ഇത് തന്നെ സംഭവിച്ചു. എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ സ്വഭാവം മാറ്റിയാൽ മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്ത് പ്രവർത്തിക്കുന്ന പാർട്ടികൾ സാധാരണ രീതിയിൽ പ്രവർത്തിക്കുന്ന പോലെ പ്രവർത്തിക്കാൻ കഴിയും. നമ്മൾ എന്തുകൊണ്ട് നിങ്ങൾ സുരേഷിനെ എടുക്കുന്നില്ല എന്നുള്ള ചോദ്യം ഉയർത്തുന്നത് നമ്മളുടെ പുതിയ കാലത്തെ പാർട്ടി പ്രവർത്തനത്തിൻ്റെ ജനാധിപത്യ രീതികളുടെയും വ്യവസ്ഥ വെച്ചുകൊണ്ടാണ്. എന്നാൽ അവർ സുരേഷിനെ പുറത്തു നിർത്തിയിരിക്കുന്നത് പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചട്ടക്കൂട് വെച്ചിട്ടാണ്. ഇതുകൊണ്ടാണ് ഇത് പൊരുത്തപ്പെട്ടു പോകാത്തത്. പുതിയ കാലവുമായി അവർ സംവദിക്കുന്നില്ല. സംവദിച്ചാൽ ഈ വിഷയത്തിൽ നമുക്ക് അവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവും. പക്ഷെ അതിനവർ തയ്യാറല്ല. അതാണ് പ്രശ്നം. ഇത് തന്നെ മാഷ് പറഞ്ഞ ഇതേ കാര്യം തന്നെ സുരേഷ് MA ബേബി പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിക്ക് അയച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് എന്നെ പുറത്ത് നിർത്തിയിരിക്കുന്നത്? ഇത്രയും കാലമായിട്ട് എന്നെ എന്തുകൊണ്ടാണ് പുറത്തിരിക്കുന്നത്? എന്നെയൊക്കെ പാർട്ടി അംഗത്വം നൽകണം. അത് ഇത്രയും കാലം 13 കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര വർഷമായി? 13 വർഷം കൃത്യം. എന്നിട്ട് പോലും പാർട്ടിയുടെ ഒരു അച്ചടക്ക ലംഘനവും നടത്താതെ, ഒരു അച്ചടക്കമുള്ള പാർട്ടിയുടെ എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് പുറത്താണ് എന്തെങ്കിലും അച്ചടക്ക ലംഘനവും നടത്താതെ
മറ്റുള്ള ആൾക്കാരെ പോലെ പാർട്ടി മാറാതെ കൂറുമാറാതെ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ആ വിശ്വാസത്തിൽ, മെമ്പർഷിപ്പ് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നു, ആ വിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിൽക്കുമ്പോഴും പാർട്ടി അതിനൊരു പരിഗണന കൊടുക്കാത്ത എന്താണ്, തിരിച്ചെടുക്കാതെ, പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന അവസരമാണ്. അപ്പോൾ ഈ കോൺഗ്രസ്സുകാർ ഇദ്ദേഹത്തെ ദുരുപയോഗപ്പെടുത്താതെ തന്നെ തിരിച്ചെടുക്കാത്ത എന്താണെന്ന് ചോദിച്ച് ഇപ്പോൾ സുരേഷ് തന്നെ കത്തൊരെണ്ണം MA ബേബിക്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലെന്തായിരിക്കും നടപടി വരാൻ പോകുന്ന? ഒരു പഴയ കമ്മ്യൂണിസ്റ്റ് സംസ്കാരമുള്ള ആളെന്നുള്ള നിലയിൽ അല്ല, ഇതിനകത്ത് പ്രത്യേകിച്ച് നടപടികളൊന്നും ഉണ്ടാവില്ല. ആ കത്തിന് ഒരു പ്രതികരണവും വരാനുള്ള സാധ്യതയും ഇല്ല. പോളിറ്റ് ബ്യൂറോ തന്നെ ഇരിക്കും. പോളിറ്റ് ബ്യൂറോയിൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. പോളിറ്റ് ബ്യൂറോ അല്ലെങ്കിൽ MA ബേബി നേരെ ഏരിയ കമ്മിറ്റിക്കോ അദ്ദേഹത്തെ എടുക്കേണ്ട കമ്മിറ്റിക്കോ അയച്ചു കൊടുക്കാനുള്ള സാധ്യത കാണും. അതൊക്കെ ചിലപ്പോൾ സംഭവിച്ചെന്നിരിക്കും. പക്ഷേ അതിന്റെ ഫലമായിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഇതൊരു മുരട്ട് പാർട്ടിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അകത്തുള്ള ഇത്തരത്തിലുള്ള എന്താണ് വിക്രിയകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. വിക്രിയ അല്ലെങ്കിൽ ശേഷക്രിയ. M. സുകുമാരനെ കുറിച്ച് കേട്ടിട്ടില്ലേ? പിന്നെ അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ നോവലാണ് ശേഷക്രിയ. അപ്പോൾ അവിടെ പാർട്ടി നടത്തിയ പരിപാടികൾ തന്നെയാണ് ഇപ്പോഴും എന്ത് ചെയ്യുന്നത്, നടത്തിക്കൊണ്ടിരിക്കുന്നത് സംഘടനാ സംവിധാനത്തിനകത്ത്. അതല്ലാത്ത മേഖലയിൽ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ സുരേഷിനേക്കാൾ വളരെ പ്രിയകരമായ കാര്യങ്ങൾ പലപ്പോഴും പാർട്ടി ചെയ്യാറുണ്ട്. കോൺഗ്രസ് ഒരുത്തനും വന്ന് അങ്ങനെ തന്നെ ഇപ്പോൾ ചുവന്നുണ്ടാകും. BJP ഒരുത്തം വന്ന് അങ്ങനെ ചുവന്നല്ല. അങ്ങനെയാണ് PS പ്രശാന്തിനെ ഇങ്ങനെയൊക്കെ എല്ലാ കക്ഷി ഇതാണല്ലോ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ CPM ൽ ഒരുത്തൻ പുറത്തു പോയവനെ ഒരിക്കലും കയറ്റില്ല. അത് CPM തിരുത്തേണ്ട ഒരു സമീപനമാണ്. മാറ്റേണ്ട കാലം കഴിഞ്ഞു. പാർട്ടി തന്നെ പറയുന്നത് ഞങ്ങളൊരു ശിക്ഷാ നടപടിയല്ല എടുക്കുന്നത്, തിരുത്താൻ ഒരു അവസരം കൊടുക്കുകയാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക വഴി. അപ്പോൾ സുരേഷൊക്കെ തിരുത്തിയ ആളാണല്ലോ. സുരേഷിനെതിരെ ആരോപണം എന്താണെന്ന് വെച്ചാൽ VS അച്യുതാനന്ദൻ്റെ ഔദ്യോഗികമായ കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നതിനിടയ്ക്ക് വാർത്ത ചോർത്തി കൊടുത്തു എന്നുള്ളതാണ് മാധ്യമങ്ങൾ എന്നുള്ളായിരുന്നു അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത്. അതെല്ലാം കഴിഞ്ഞില്ലേ? എത്രയോ കാലമായി. VS പോലും മരിച്ചു. എത്ര പേര് ഇപ്പോഴും വാർത്ത ചോർത്തി കൊടുത്തുകൊണ്ടിരിക്കുന്നു? എത്ര പേര് ഇപ്പോഴും വാർത്ത ചോർത്തി പത്രക്കാർക്ക് കൊടുക്കുന്നു? ഇപ്പൊ വാർത്ത ചോർത്തേണ്ട കാര്യമൊന്നുമില്ല. അതിന്റെ കാലമൊക്കെ കഴിഞ്ഞില്ലേ? കാരണം നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ഒരു ക്ലോസ്ഡ് വിഷനുമായിട്ട് ഇരിക്കുന്ന ഒരു പാർട്ടിക്കാണ് ഈ വാർത്ത ചോർത്തൽ എന്നൊക്കെ പറഞ്ഞതിന് പ്രസക്തികൾ. വാർത്തകൾ നേരെ വിളിച്ചു കൊടുത്താൽ എന്ത് സംഭവം? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പം മനഃപൂർവ്വം വാർത്തകൾക്കൊരു വാല്യൂ ഉണ്ടാക്കാൻ വേണ്ടി ചോർത്തൽ പ്രക്രിയ നടത്തുന്നു എന്നല്ലാണ്ട് വേറെ ഒരു പ്രത്യേകതയും അതിനകത്തില്ല എന്നുള്ളതാണ്. ആർക്കും എന്തും അറിയാവുന്ന രീതിയിലാണ് എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നത്. രഹസ്യങ്ങൾക്കൊരു പ്രസക്തി ഇല്ലാത്തൊരു കാലത്ത് കൂടിയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. രഹസ്യങ്ങളില്ല ഇവിടെ, പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രവർത്തനത്തിനകത്ത്. പഴയ കാലത്ത് ഗറില്ല വാർഫെയറിന്റെ ഒക്കെ കാലം ഉണ്ടായിരുന്നു അല്ലേ? അതെ, ഒളിപ്പോരാളികളുടെ ഒരു കാലം. അപ്പോൾ ആ അത്തരം പാർട്ടികൾക്ക് ഇത് ആവശ്യമാണ്. കേരളത്തിൽ പാർട്ടി നിരോധിച്ചൊരു കാലം ഉണ്ടായിരുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധനം. ആ സമയത്തൊക്കെ രഹസ്യത്തിന് പ്രാധാന്യം ഉണ്ടായിരുന്നു. ശരിക്കും ജനകീയ ജനാധിപത്യ ഇപ്പൊ ജനങ്ങളുടെ മുന്നിൽ ജനാധിപത്യ സംവിധാനത്തിനകത്ത് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയായിട്ട് ഈ പാർട്ടി മാറി. ഈ പാർട്ടിക്ക് പഴയ കാലത്തുണ്ടായിരുന്ന ഒരു ഗുണവും ഇല്ല അല്ലേ? എന്നാൽ പുതിയ കാലത്തിനനുസരിച്ചിട്ട് പല ഗുണവുമുണ്ട്. ഒരു ഗുണമില്ലാത്തൊരു സാധനം നിലനിൽക്കില്ല. അപ്പോൾ പഴയ കാലത്തെ പല ഗുണങ്ങളും ഇല്ല, പുതിയ കാലത്തെ പല ഗുണങ്ങളുമുണ്ട്. അങ്ങനെ നിലനിന്ന് പോകുന്നു. അപ്പോൾ ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ചില കാര്യങ്ങളിൽ ഈ പഴയ കാലത്തെ പ്രക്രിയ അത് കൈകാര്യം ചെയ്യുന്നുണ്ട്, പഴയ രീതിയിൽ തന്നെ പോവുകയും പല കാര്യങ്ങളിലും പുതിയ കാലത്തെ പ്രക്രിയകൾ വെച്ച് പുതിയ കാര്യങ്ങൾ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ആകെ മാറ്റേണ്ടത് ഇത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ ഇറങ്ങി നിൽക്കുന്ന ആളുകളോട് സംസാരിച്ച് പ്രശ്നം തീർത്ത് അവരെ പാർട്ടിയിലെടുക്കുക. സുരേഷിനോട് സംസാരിച്ച് സുരേഷ് പാർട്ടിയിലെടുക്കാവുന്നുള്ള ഒന്നുമില്ലല്ലോ പ്രത്യേകിച്ച്. എന്ത് സുരേഷ് പാർട്ടിയിൽ വന്നാലും പുറത്തു പോയാലും എന്താണ് ഒന്നും സംഭവിക്കാനില്ല. അത് മനസ്സിലാക്കാനുള്ള ബോധം നേതൃത്വത്തിന് ഇല്ലെങ്കിൽ ആ നേതൃത്വം സർഗാത്മകമായ നേതൃത്വമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സർഗാത്മകത നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇപ്പോഴും. ആ അവസ്ഥയിൽ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതാണ് എന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.